അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവന്റെ ആണ്ട് കഴിക്കുന്ന മാസമാണ് ഈ മാസം. അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. കുഷ്ഠരോഗം പിടിച്ചതാകുന്ന ഒരു നായയെ ജനങ്ങൾ മുഴുവനും ആട്ടി ഓടിക്കുന്നത് കണ്ടപ്പോ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ നായ എടുത്തുകൊണ്ടുപോയിട്ട് 40 ദിവസത്തോളം പരിപൂർണമായി അതിനുവേണ്ടി ഒരു ടെന്റ് കെട്ടി അതിനെ ശുശ്രൂഷിച്ച് അതിനെ രോഗമുക്തി നേടിക്കൊടുത്തിട്ട് അതിനെ പറഞ്ഞയച്ചു. 40 ദിവസമേ ഈ നായെ പരിപൂർണമായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ട് നിലകൊണ്ടു അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹു. തന്റെ ഇബാദത്തുകളൊക്കെ നടക്കുന്നുണ്ട്, മുറക്കി നടക്കുന്നുണ്ട്, ഇസ്ലാം പറഞ്ഞ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ജീവികളോടുള്ള കാരുണ്യം, കുഷ്ഠരോഗം പിടിച്ചതാകുന്ന ഒരു നായയെ കണ്ടാൽ ജനങ്ങൾ മുഴുവനും വെറുത്തുകൊണ്ടിരിക്കുകയും കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് ഓടിക്കുകയും ചെയ്തതാകുന്ന നായയാണ്. പക്ഷെ അതൊരു ജീവിയാണ് എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ അതിനെ കൊണ്ടുവന്ന് 40 ദിവസത്തോളം അതിനെ ശുശ്രൂഷിച്ചു എന്ന്. ഇതൊക്കെയാണ് മഹാന്മാരുടെ ജീവിതം. ഇതൊക്കെ ഈ സമൂഹം അറിയണം. ഇന്നത്തെ നവതലമുറ നല്ലതുപോലെ മനസ്സിലാക്കണം. അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ കാരുണ്യമൊക്കെ നമുക്ക് നമ്മുടെ മക്കൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ.